സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഫുൾ ഫ്ലെഡ്ജ്ഡ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവസാനത്തെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അടക്കം പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് പ്രോബ്ലമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇല്ലസ്ട്രേഷൻ നമ്പർ 4. A businessman keeps his books by the single entry method. He gives you the following information from which you are required to find out his profit or loss for the year ending 31st March 2017. അതിൻ്റെ അസറ്റ്സും ലയബിലിറ്റീസും തന്നിട്ടുണ്ട്. 2 വർഷത്തെ ഡീറ്റെയിൽസ്, അതായത് 2 ഫിഗേഴ്സും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റും. ബാങ്ക് ബാലൻസും ക്യാഷ് ബാലൻസും എല്ലാത്തിനും 2 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഡേറ്റ്സും കൊടുത്തിട്ടുണ്ട്. വിച്ച് മീൻസ് 1/4/2016 ഇസ് ആർ ഓപ്പണിംഗ് ബാലൻസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ആർ ക്ലോസിംഗ് ബാലൻസ്. അങ്ങനെ എല്ലാത്തിൻ്റെയും 2 ബാലൻസസ് തന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളോട് ചോദിക്കുകയാണ്, ഹി ഹാഡ് വിഡ്രോൺ ₹4,500 ഡ്യൂറിങ് ദ ഇയർ and had introduced fresh capital of ₹7,000 on 1/7/2016. A provision of 6% on sundry debtors is to be provided. Rate of depreciation on plant and machinery at the rate of 10% and furniture and fixtures at the rate of 15%. Interest on capital is to be allowed at 8% per annum. ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങളോട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ആണ് നമ്മൾ ആദ്യം തന്നെ ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഇത്രയും സമയം ചെയ്തുകൊണ്ടേ ഇരുന്നത് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും സെപ്പറേറ്റ് ആയിട്ട് രണ്ട് അക്കൗണ്ടായിട്ട് വരച്ചിട്ടായിരുന്നു, ടി ഫോമിലായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ പ്രോബ്ലത്തിൽ രണ്ടും ഒന്നിൽ തന്നെ, ഒരു അക്കൗണ്ടിൽ തന്നെ 2 ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഓപ്പണിംഗ് ലയബിലിറ്റി സൈഡാണ്. അതുപോലെ തന്നെ അസറ്റിൻ്റെ ഓപ്പണിംഗ് സൈഡും ലയബിലിറ്റീസിൻ്റെ ക്ലോസിങ്ങും അസറ്റിൻ്റെ ക്ലോസിംഗ് സൈഡുമാണിത്. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് സെയിം അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം. നേരത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ഈ പ്രോബ്ലത്തിൻ്റെ ബാങ്ക് ബാലൻസ് എത്രയാണ്, ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്, ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്. അത് സെയിം നമ്മൾ അങ്ങനെ തന്നെ ഇങ്ങോട്ടേക്ക് എടുത്തിരുന്നു. നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ തന്നിട്ടില്ല. ഈ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലും കഴിഞ്ഞ വീഡിയോയിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പോർഷൻ ടോട്ടൽ ചെയ്തിരുന്നു. 20,650 ഇവിടെയും 21,315 കിട്ടി കഴിഞ്ഞു. ക്രെഡിറ്റേഴ്സ് നമുക്കറിയാം, ലയബിലിറ്റി സൈഡിൽ തന്നിട്ടുള്ള ഫിഗർ അങ്ങനെ തന്നെ ഇടുന്നു. അതിനുശേഷം ഈ ക്യാപിറ്റൽ വിച്ച് ഇസ് എ ബാലൻസിങ് ഫിഗർ, ഇതിൽ നിന്നും ഈ ടോട്ടൽ 3,400 മൈനസ് ചെയ്ത് കിട്ടുന്ന 17,950 എന്നുള്ളതാണ് ഓപ്പണിംഗ് ബാലൻസിങ് ഫിഗർ. ഓപ്പണിംഗ് ക്യാപിറ്റലാണിത്. ഇത് ക്ലോസിംഗ് ക്യാപിറ്റൽ. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഈ ടോട്ടൽ ഭാഗം ചെയ്തിട്ട് 20,650 കിട്ടി. ഈ 20,650യിൽ നിന്നും 4,800 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 15,850 വിച്ച് ഇസ് അവർ ക്ലോസിംഗ് ക്യാപിറ്റൽ. അതുപോലെ തന്നെയാണ് 21,350യിൽ നിന്നും 3,400 മൈനസ് ചെയ്തിട്ട് 17,950. ഇനി ഈ ഒരു ഭാഗത്ത് വേറെ എന്തെങ്കിലും ഒരു ഐറ്റം കൂടി ഉണ്ടെങ്കിൽ ആ ഐറ്റവും കൂടി കൂട്ടിയിട്ട് അതെന്ത് ചെയ്യണം, ഇതിൽ നിന്ന് കുറക്കണം. ഇതിൽ പ്രത്യേകിച്ച് ഡിഫറൻസസ് ഒന്നുമില്ല. നേരത്തെ ചെയ്തിരുന്ന, കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്ന പ്രോബ്ലം പോലെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഒരുമിച്ച് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഇതിൽ തോന്നുന്നുണ്ടെങ്കിൽ 2 അക്കൗണ്ടായിട്ട് തന്നെ വരക്കാവുന്നതാണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 1/4/2016 എന്ന് പറഞ്ഞ് മുകളിൽ ഹെഡിങ് കൊടുത്തിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. 1/4/2016 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസറ്റ് സൈഡ്, അതായത് ഒരു കോളം മാത്രമേ ഉണ്ടാവുള്ളൂ 2 ഭാഗത്തും. അങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തത്. ഇവിടെ 2 ഒരുമിച്ച് ചെയ്യുന്നതിനുള്ള ഒറ്റ ചേഞ്ച് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കൺഫ്യൂഷനും ഇവിടെ ചാൻസ് ഇല്ല. നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസും ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ട്രെയിറ്റ് അവേ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ വരക്കുക. ഇയർ എൻഡിങ്ങിലുള്ള ഡേറ്റ് എഴുതുന്നു, ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതുന്നു. ഈ 15,850 ആണ് മാറിപ്പോയത്. ഇത് തമ്മിൽ മാറിപ്പോയത്. ഇത് നിങ്ങൾക്കറിയാം, ഇതാണ് ക്ലോസിംഗ് ബാലൻസ്. സോ ക്ലോസിംഗ് ബാലൻസ് ഇവിടെ എഴുതുന്നു. നമുക്കറിയാം ഡ്രോയിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. 4,500 ആണ് വിഡ്രോ ചെയ്തിട്ടുള്ള ഫിഗർ എന്നുള്ളത് തന്നിട്ടുണ്ട്. 4,500
ഇതെന്ത് ചെയ്യണം, ഡ്രോയിങ്സ് എന്താ ചെയ്യേണ്ടത്, നമുക്ക് നോർമലി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടാക്കുന്ന സമയത്ത് ക്ലോസിംഗ് ക്യാപിറ്റൽ ആയതുകൊണ്ട് അതിൽ നിന്നും അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. 20,350 കിട്ടിക്കഴിഞ്ഞു. ലെസ് അഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഫ്രഷ് ആയിട്ട് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ 7,000 rupees 17 ഡ്യൂറിങ് ദി ഇയർ ആണ്. 17 എന്ന് പറഞ്ഞാൽ ജൂലൈ ആണ്. ജൂലൈ ഇൻ ബിറ്റ്വീൻ, വർഷത്തിൻ്റെ ഇടക്കാണ് അയാൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഡ്രോയിങ്സ് ആയിട്ട് ആഡ് ചെയ്യണം, ലെസ് ചെയ്യണം, അഡീഷണൽ ക്യാപിറ്റലായിട്ട് ലെസ് ചെയ്യണം. 13,350 കിട്ടിക്കഴിഞ്ഞു. അതിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള 17,950 എന്നുള്ള ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഈ ഫിഗർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഫിഗർ ആണല്ലേ ഇത് 13,350. ഇതിൽ നിന്നും 13,350 is less than this opening capital, so which will result in our gross loss. അങ്ങനെ 4,600 രൂപ ലോസ് ആണ് വന്നത്. ബിക്കോസ് ഇത് ചെറിയ ഫിഗറും ഇതിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റാത്ത ഫിഗറാണ് 17,950. പിന്നെ നമ്മൾ ഇന്നലത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസസോ ലയബിലിറ്റീസോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൽ നിന്നും മൈനസ് ചെയ്യണം. എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസസോ ലയബിലിറ്റീസോ തന്നിട്ടുണ്ടെങ്കിൽ, സാലറി, പ്രൊവിഷൻ, ഡിപ്രീസിയേഷൻ, അങ്ങനെ എന്തെങ്കിലും എക്സ്പെൻസസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും മൈനസ് ചെയ്യണമെന്നും, ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം, കമ്മീഷൻ, എക്രൂഡോ ഏതെങ്കിലും തരത്തിലുള്ള ഇൻകമോ അസറ്റോ തന്നിട്ടുണ്ടെങ്കിൽ അത് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം എന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗ്രോസ് ലോസ് ആണ്. ഗ്രോസ് ലോസ് ആകുമ്പോൾ നമുക്കറിയാം, ഈ ബാക്കി നിങ്ങളോട് തന്നിരിക്കുന്നതെല്ലാം എന്തൊക്കെ എക്സ്പെൻസസ് തന്നിട്ടുള്ളത് നമുക്കൊന്ന് ക്വസ്റ്റ്യനിൽ നോക്കാം. എന്തൊക്കെയോ നോക്കിയേ. എ പ്രൊവിഷൻ ഓഫ് 6% ഓൺ സൺട്രി ഡെറ്റേഴ്സ് ഇസ് ടു ബി പ്രൊവൈഡഡ്. നമുക്കറിയാം ഡെറ്റേഴ്സിൻ്റെ മുകളിൽ പ്രൊവിഷൻ വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അല്ലെങ്കിൽ ഡെറ്റേഴ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഡെറ്റേഴ്സ് നിങ്ങൾക്ക് പൈസ നമുക്ക് കിട്ടാനുള്ളവരാണല്ലോ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ പൈസ അവർ തരാതിരിക്കാനുള്ള ചാൻസിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രൊവിഷൻ കീപ്പ് ചെയ്യും. വൺസ് അവർ തന്നിട്ടില്ലെങ്കിലും നമുക്ക് വലിയൊരു ഫ്യൂച്ചറിൽ ലോസ് ഇല്ലാതിരിക്കാൻ നമ്മളൊരു പ്രൊവിഷൻ നീക്കി വെക്കും. അതിനാണ് പ്രൊവിഷൻ ഫോർ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് 6% പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ നോക്കുക, എത്രയാണ് സൺട്രി ഡെറ്റേഴ്സിൻ്റെ ഫിഗർ? 6,500 ആണ് നിങ്ങളുടെ സൺട്രി ഡെറ്റേഴ്സിൻ്റെ ഫിഗർ. അത് എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്? ഓപ്പണിംഗ് ആണ് തന്നിട്ടുള്ളത് അല്ലേ. നമുക്ക് എപ്പോഴത്തേതാണ് പ്രൊവിഷൻ കൊടുക്കേണ്ടത്? വർഷത്തിൻ്റെ അവസാനമാണ് നമ്മൾ പ്രൊവിഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ 4,600ൻ്റെ മുകളിൽ 6% ആണ് കാണേണ്ടത്. ശ്രദ്ധിക്കുക, 4,600 എന്നുള്ള ക്ലോസിംഗ് ബാലൻസിൻ്റെ മുകളിലാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സിൻ്റെ ഡെറ്റേഴ്സ് എടുക്കേണ്ടത്. 4,600 into 6% which is equal to 276 rupees ഇട്ടു. അത് നിങ്ങൾ ഇന്നർ കോളത്തിൽ എഴുതുന്നു. അതിനുശേഷം പിന്നെ അടുത്ത എന്തൊക്കെയാണ്, എന്തെങ്കിലും എക്സ്പെൻസസ് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. റൈറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി അറ്റ് ദ റേറ്റ് ഓഫ് 10% ആൻഡ് ഫേർണിച്ചർ അറ്റ് ദ റേറ്റ് ഓഫ് 15%. ശ്രദ്ധിക്കുക, ഡിപ്രീസിയേഷൻ നമുക്കറിയാം 10%, ഫേർണിച്ചർ 15% തന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയാണ്? 6,000. ഇത്രയും ഡിഫറൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ 6,000ൻ്റെ മുകളിൽ 10%, ഫർണിച്ചറിൻ്റെ ഫിഗർ 3,000ൻ്റെ മുകളിൽ 15%, 450 rupees കിട്ടി. ഇത് മുഴുവൻ ഇന്നർ കോളത്തിലാണ് ഇടുന്നത്. അതിനുശേഷം വേറെ എന്താണ് തന്നിട്ടുള്ളത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ് ടു ബി അലൗഡ് അറ്റ് 8% per annum. ക്യാപിറ്റൽ എത്രയാണ് ഓപ്പണിംഗ് തന്നിട്ടുള്ളത്? 17,950 ആണ്. ഇത് 17,950. ഇത് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലാണോ? ആണല്ലോ. ഈ ഫിഗർ ഒരു വർഷം മുഴുവനുണ്ട്. അതിനുശേഷം 7,000 രൂപ ഒരു ഫ്രഷ് ക്യാപിറ്റൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ ക്യാപിറ്റൽ എപ്പോഴാണ് കൊണ്ടുവരുന്നത്? 1/7/2016 വിച്ച് ഈസ് ജൂലൈ അല്ലേ. അപ്പോൾ നമ്മളാണ് ഈ 7,000 ടോട്ടൽ വർഷത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണോ? വേണ്ട. ജൂലൈ മുതൽ അടുത്ത വർഷം മാർച്ച് 17 വരെയുള്ള ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ വർക്കിംഗ് നോട്ടിൽ നോക്കേണ്ടത്. ഇതുണ്ടോ, ശ്രദ്ധിച്ചേ. 17,950 ആണ് നമ്മളുടെ ടോട്ടൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉള്ളത്. ആ ഓപ്പണിംഗ് ക്യാപിറ്റലിന് എത്രയായിരിക്കണം? 8% വെച്ച് ഇൻട്രസ്റ്റ് കൊടുക്കണം. അത് ടോട്ടൽ കൊടുക്കണം. അങ്ങനെ 1,436 rupees കിട്ടും. അതിൻ്റെ 8%. രണ്ടാമത് കൊണ്ടുവന്ന ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 7,000 rupees 9 monthsലേക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. എന്തുകൊണ്ടാണ് 9 months? ജൂലൈ 1st ആണ് അവർ 7,000 rupees കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ എങ്ങനെയാണ്? ഏപ്രിൽ
2016 മുതൽ മാർച്ച് 2017 വരെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള 3 മാസം നമ്മൾ ഇൻട്രസ്റ്റിന് കൊടുക്കേണ്ട ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ജൂലൈയിലാണ് കൊണ്ടുവരുന്നത്. ജൂലൈ മുതൽ അടുത്ത വർഷം മാർച്ച് 17 വരെ 2017 മാർച്ച് വരെയുള്ള 9 മാസത്തേക്ക് മാത്രമേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം, 7000 ഇൻറ്റു 8/100 നമ്മൾ ഒരു വർഷത്തെ പെർസെൻറ്റേജ് കണ്ടു. അതിനുശേഷം ഒരു വർഷത്തേക്ക് മുഴുവൻ കൊടുക്കണ്ട എന്നുള്ളതുകൊണ്ട് 9 മാസത്തേക്ക് 9/12 കണ്ടുപിടിക്കുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 420 റുപ്പീസ്. ടോട്ടൽ അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര വന്നു? ഇത് ഈ ഒരു ഫിഗറിന് മൊത്തം 1436 രൂപയും ഈ ഒരു 7000 എന്ന് പറഞ്ഞ ഫിഗറിന് 9 മാസത്തേക്ക് മാത്രമുള്ള ഇൻട്രസ്റ്റും ചേർത്ത് 1856 എന്നുള്ള ഫിഗറാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരിക. അങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ 1856 എന്ന് പറഞ്ഞ ഫിഗറും നമ്മളിവിടെ എഴുതുന്നു. അതിനുശേഷം ഈ ടോട്ടൽ നമുക്കിവിടെ എക്സ്പെൻസസ് മാത്രമേ ഉള്ളൂ. നോർമലി ഞാൻ പറഞ്ഞു ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ആ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഈ എക്സ്പെൻസസ് ഒക്കെ മൈനസ് ആണ് ചെയ്യേണ്ടത്. ഇവിടെ ഗ്രോസ് ലോസ് ആയതുകൊണ്ട് തന്നെ എക്സ്പെൻസസ് പിന്നെയും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോസ് ലോസ് ഇൻക്രീസ് ആവുമല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആഡ് ചെയ്യുവാണ് വേണ്ടത്. ഓൾറെഡി നമുക്ക് നഷ്ടമുണ്ട്, പിന്നെയും നമുക്ക് കുറേ ചിലവുകളുണ്ട്. അപ്പോൾ നമ്മളുടെ ലോസിൻ്റെ അളവ് കൂടണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്യണം, ഇത് മുഴുവൻ ഇന്നർ കോളത്തിൽ ഇട്ടിട്ട് ഇത് ടോട്ടൽ ചെയ്താൽ ഫിഗർ 3182 എന്നുള്ള ഫിഗർ കിട്ടും. ഇവിടെ വേറെ ഇൻകം ഒന്നും വരാനില്ലാത്തത് കൊണ്ട് ആ ഇൻകം ഒന്നും ഇവിടെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ ഒരു തരത്തിലുള്ള ഇൻകവും പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 3182 എന്നുള്ളത് ഗ്രോസ് ലോസിൻ്റെ കൂടെ ഈ എക്സ്പെൻസസ് ഒക്കെ കൂട്ടിയിട്ടുള്ള ഫിഗറായ 3182 ആഡ് ചെയ്തിട്ട് നെറ്റ് ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു 7782. അങ്ങനെ നമ്മൾ നെറ്റ് ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓൺ 31/3/2017 പോവുകയാണ് ചെയ്യുന്നത്. ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 31/3 മാത്രമേ ഉണ്ടാക്കണ്ടൂ. 2 കോളം വേണ്ട, 1 കോളം മാത്രമേ വേണ്ടൂ. ശരിക്കുള്ള ബാലൻസ് ഷീറ്റ് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ബാങ്ക് ബാലൻസ് എഴുതുക 2700 മാറിപ്പോയരുത്. ഈ 1/4/2016 എഴുതി പോയരുത്, ക്ലോസിംഗ് തന്നെ എഴുതണം. ക്യാഷ് ഇൻ ഹാൻഡ് 700. ഡെറ്റേഴ്സ് നിങ്ങൾക്കറിയാം 6% പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൊവിഷൻ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ മൈനസ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ഡെറ്റർ നിങ്ങൾക്ക് പൈസ തരാൻ ഫെയിലായാൽ നമുക്ക് കമ്പനിക്ക് പെട്ടെന്ന് ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ടാണ് പ്രൊവിഷൻ വെക്കുന്നത്. ആ പ്രൊവിഷൻ 6% ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ആ 6% മൈനസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു. നേരത്തെ ഫിഗറിൽ 276 എന്നുള്ള ഫിഗർ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. 4600ൻ്റെ 6%. അതെന്ത് ചെയ്യണം, ഇതിൽ നിന്നും മൈനസ് ചെയ്ത് 4324. സ്റ്റോക്ക് ഇൻ ട്രേഡ് 3650 ക്ലോസിംഗ് തന്നെ എഴുതണം. പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ നിന്നും ഡിപ്രീസിയേഷൻ 600 മൈനസ് ചെയ്തിട്ട് 5400. ഫേർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സിൽ നിന്നും 450 മൈനസ് ചെയ്തിട്ട് 2550. ഇത് ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 19324 കിട്ടും. ഒരു തരത്തിലുള്ള ഫിഗേഴ്സും ഒമിറ്റ് ചെയ്യാൻ ഇടയാവരുത്. എല്ലാ ഐറ്റംസും കൃത്യമായി എഴുതിയെന്ന് ഉറപ്പുവരുത്തുക. എസറ്റ് സൈഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റേഴ്സിൻ്റെ ലയബിലിറ്റി സൈഡിലേക്ക് പോകുന്നു. ക്രെഡിറ്റേഴ്സ് എഴുതുന്നു 4800 എഴുതുന്നു. ഇതിന് ശേഷമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും സമയം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രോഫിറ്റ് ഓർ ലോസിൽ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ആഡ് ആണെങ്കിൽ ലെസ് ആഡ് എന്നുള്ള ഈ സംഭവം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഒറിജിനൽ ബാലൻസ് ഷീറ്റിൽ വരിക. ഇതാണ് ഞാൻ അന്ന് മുതൽ പറഞ്ഞത്, ബാലൻസ് ഷീറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലോസിംഗ് ക്യാപിറ്റലിലാണ്. ഞാൻ പറഞ്ഞു റീവർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ലോസിലേക്കാണോ പ്രോഫിറ്റിലേക്കാണോ എന്നുള്ളത് എത്തുന്നത്. അതേസമയം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റലിലാണ്. അതുകൊണ്ട് ഇവിടെ ഇത്രയും ദിവസം എന്താണോ ചെയ്തിരുന്നത്, ആഡ് ആണോ ലെസ് ആണോ ചെയ്തിരുന്നത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് ഒറിജിനലായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ തുടങ്ങുന്നു 17,950. അറിയാം നമുക്ക് 17,950 ഓപ്പണിംഗ് ക്യാപിറ്റൽ എഴുതുന്നു. അഡീഷണൽ ക്യാപിറ്റൽ നമുക്കറിയാം. നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്, ഇയാളുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നോർമലി നമ്മുടെ കയ്യിൽ 17,950 രൂപ ഉണ്ടായിരുന്നു. അതിനുശേഷം അയാൾ 7000 രൂപ വീണ്ടും കൊണ്ടുവന്നു, 7,000 റുപ്പീസ് ഫ്രഷ് ക്യാപിറ്റൽ. അപ്പം എന്ത് ചെയ്യണം, അത് കൂടുവല്ലേ ചെയ്യുക, ക്യാപിറ്റൽ ബാലൻസ് കൂട്ടി. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ 1856 രൂപ എന്നുള്ള ഫിഗർ കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ച് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, അയാളുടെ ക്യാപിറ്റൽ ബാലൻസ് എഗെയിൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. കമ്പനി അങ്ങോട്ട് കൊടുക്കുന്നതാണല്ലോ ഇൻട്രസ്റ്റ്. സോ എഗെയിൻ ക്യാപിറ്റൽ ബാലൻസ് കൂട്ടുന്നു.
അതിനുശേഷം അതിൽ നിന്നും ഡ്രോയിങ്സ് ഉണ്ട്. ഡ്രോയിങ്സ് എന്ത് ചെയ്യണം, നമ്മളുടെ കമ്പനിയിൽ നിന്നും അയാൾ പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ബാലൻസ് എന്ത് ചെയ്യണം, കുറയണം. സോ വി ആർ ലെസ്സിങ് ഇറ്റ്, ഡിഡക്റ്റിംഗ് ഇറ്റ് 4500. ആൻഡ് അതിൽ നിന്നും പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുകയും ലോസ് ആണെങ്കിൽ മൈനസ് ചെയ്യുകയും വേണം. ഇവിടെ നമുക്ക് നെറ്റ് ലോസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ 7782 എന്നുള്ള ഫിഗർ നെറ്റ് ലോസ് ആയതുകൊണ്ട് മൈനസ് ചെയ്യണം. ആഡ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആണെങ്കിൽ ശ്രദ്ധിക്കണം, ആഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 14,524 രൂപ ഇയാളുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് കിട്ടും. ഇത് രണ്ടും ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തെ എമൗണ്ടുമായിട്ട് ടാലി ആവുന്നതായിരിക്കും. ഇത് ഓട്ടോമാറ്റിക്കലി ടാലിയാണ്. ഇവിടെ ബാലൻസിങ് ഫിഗർ ഇല്ല, നിങ്ങൾക്കറിയാം. ബാലൻസ് ഷീറ്റാണിത്. ബാലൻസ് ഷീറ്റ് ഓട്ടോമാറ്റിക്കലി ഗെറ്റ് ടാലിഡ്. ഈ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കണം. നമുക്കറിയാം, നമ്മൾ ഇത്രയും സമയം ഒരു സോൾ പ്രൊപ്പറേറ്ററിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എസ്റ്റിമേഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്ന ടോപ്പിക്ക് അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേംസ് ആണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് പാർട്ട്ണർഷിപ്പ് ഫേംസ് ഉണ്ട്. അത് സിംഗിൾ എൻട്രി വലിയ തരത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ ഒന്നും അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് എസ്റ്റിമേഷൻ എങ്ങനെയാണ് നടത്തുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം ആണെങ്കിൽ എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇല്ലസ്ട്രേഷൻ നമ്പർ 5 ഒന്ന് ശ്രദ്ധിച്ചേ. A, B and C are in partnership. They keep their books under single entry system. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ നമ്മൾ ചെയ്യേണ്ടത്. Their capitals as on 1/1/2018 were A rupees 40,000, B rupees 30,000 and C rupees 20,000. They are entitled to interest on capital at the rate of 10%. B and C are to be given salary at rupees 200 and rupees 300 per month respectively. The profit sharing ratio between A, B and C is 3:2:1. During the year ended 31/12/2018, B and C had received their salaries. During the period, A, B and C had withdrawn rupees 2,000, rupees 3,000 and rupees 4,000 respectively. On 31/12/2018, their assets are as follows. ഇവിടെ നമുക്കൊരു ബാലൻസ് ഷീറ്റിൻ്റെ എക്സ്ട്രാക്ട് തന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ ഫിഗേഴ്സും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ടോട്ടൽ അപ്പ് ചെയ്യാത്തത്. സ്റ്റോക്കും അസറ്റ് സൈഡും ലയബിലിറ്റീസും തന്നിട്ടുണ്ട്. സ്റ്റോക്ക്, ട്രേഡ് ഡെറ്റേഴ്സ്, മെഷീനറി, ബിൽസ് റെസീവബിൾ, ക്യാഷ് അറ്റ് ബാങ്ക്, വെഹിക്കിൾ. ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസും. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫ്രം ദി എബവ് പെർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് എ, ബി ആൻഡ് സി ആസ് ഓൺ 31/12/2018. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ പ്രോഫിറ്റ് എസ്റ്റിമേഷൻ ആണ് പറയുന്നത്. ബാലൻസ് ഷീറ്റും ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ABC ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് പറഞ്ഞു ബാലൻസ് ഷീറ്റും ക്യാപിറ്റൽ അക്കൗണ്ടും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങളുടെ അടുത്ത് ഇവിടെ ക്യാപിറ്റൽ ഈ ഡീറ്റെയിൽസ് തന്നതിൽ നമ്മുടെ ക്യാപിറ്റൽ തന്നിട്ടുണ്ടോ? ഓപ്പണിംഗ് ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ശ്രദ്ധിച്ചേ, ഓപ്പണിംഗ് ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കണ്ടോ, A 40,000, B ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുള്ളത് 1/1/2018 20,000. ഈ 3 ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടോ? ഇല്ല. ക്ലോസിംഗ് ഡീറ്റെയിൽസ് ആയിരുന്നു നേരത്തെ ബാലൻസ് ഷീറ്റ് ഫോർമാറ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ എവിടെയും ക്യാപിറ്റൽ തന്നിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 31/12/2008 ഉണ്ടാക്കുന്നു. ഇതേ സെയിം സാധനം ചെയ്യുന്നു. ഇതെന്ത് ചെയ്യും, നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ഈ ബാലൻസ് ചെയ്യുന്ന സമയത്ത് 1,02,000 എന്നുള്ള ഫിഗർ കിട്ടുന്നു. ക്യാപിറ്റൽ ബാലൻസിങ് ഫിഗർ ഇവിടെ ഇല്ലാത്ത ഈ ഫിഗർ ക്യാപിറ്റലാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ആഡപ്പ് ചെയ്യുന്നു, ഇത് രണ്ടും കൂട്ടുന്നു. എന്നിട്ട് 1,18,000 നിന്നും ഈ ടോട്ടൽ ചെയ്തിട്ടുള്ള ഈ ഫിഗർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1,02,000 കിട്ടുന്നു. അങ്ങനെ നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് കണ്ടുപിടിക്കുന്നു. നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മാത്രം ഉണ്ടാക്കി ക്യാപിറ്റൽ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, നമുക്ക് പ്രോഫിറ്റ് അറിയണം അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്നും ഉണ്ടാക്കാൻ പറയുന്നില്ല, ആകെ ഇത് മാത്രമേ ഉണ്ടാക്കാൻ പറയുന്നുള്ളൂ. പക്ഷേ ക്യാപിറ്റൽ എന്തുണ്ടാവണം, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എത്രയാണെന്ന് വെച്ചാൽ അത് ഉണ്ടാവണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ടാക്കുന്നത്. 31/12/2018 എന്നുള്ള ഡേറ്റിൽ എഴുതുന്നു, വരക്കുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ ക്ലോസിംഗ് ക്യാപിറ്റലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലോസിംഗ് ക്യാപിറ്റൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, കണ്ടുപിടിച്ചു നമ്മൾ 1,02,000 എന്ന് പറഞ്ഞ ഈ ഫിഗർ. അതിൽ നിന്നും ഡ്രോയിങ്സ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം എന്ന് പഠിച്ചിട്ടുണ്ട്. ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ഡ്രോയിങ്സ്. എന്താണ് ഡ്രോയിങ്സ് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ? ഡ്രോയിങ്സ്
ഇത് കണ്ടോ, ഡ്യൂറിംഗ് ദ പീരീഡ് എ ബി ആൻഡ് സി ഹാഡ് വിഡ്രോൺ 2000, 3000 ആൻഡ് 4000 റെസ്പെക്റ്റീവ്ലി. അതാണ് നമ്മുടെ ഡ്രോയിങ്സ്. അതെന്ത് ചെയ്യണം, ആഡപ്പ് ചെയ്യണം അല്ലേ. ഈ മൂന്നും കൂട്ടിയിട്ട് 9000 രൂപയാണ് വരിക. 2 3 2 5 4 9 രൂപ. 9000 രൂപ എന്ത് ചെയ്യണം, ആഡപ്പ് ചെയ്യണം. ഈ ആഡപ്പ് ചെയ്ത് ഇവിടെ എഴുതി കഴിഞ്ഞു. അതിനുശേഷം നമുക്കറിയാം നമ്മൾ നോർമലി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, എന്തെങ്കിലും തരത്തിലുള്ള ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൈനസ് ചെയ്യണം എന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഫ്രഷ് ക്യാപിറ്റൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എവിടെയും തരാത്തത് കൊണ്ട് തന്നെ ഇവിടെ അഡീഷണൽ ക്യാപിറ്റൽ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് അതില്ല. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റലാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ നോക്കിയേ, ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞു തന്നു. ഓപ്പണിംഗ് ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 40,000, 30,000 ആൻഡ് 20,000. അപ്പോൾ 90,000 വരും. ഇത് മൂന്നും കൂട്ടിക്കഴിഞ്ഞാൽ 90,000 വരും. ഈ 90,000 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ നിന്നും അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 21,000 എന്നുള്ള ഗ്രോസ് പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ് വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസസോ ലയബിലിറ്റീസോ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണമെന്നും എന്തെങ്കിലും തരത്തിലുള്ള ഇൻകമോ അസറ്റോ തന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം എന്നും പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മുടെ എന്താ പറഞ്ഞിട്ടുള്ളേ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ശ്രദ്ധിച്ചേ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടോ, they are entitled to interest on capital at the rate of 10% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ക്യാപിറ്റൽ എത്രയാണ് എന്നുള്ളത്. നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ 40,000, 30,000 ആൻഡ് 20,000. ഇതിൻ്റെ മുകളിൽ 10% കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും 4,000, 3,000 ആൻഡ് 2,000. ഈ 9,000 രൂപയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അത് ഇന്നർ കോളത്തിൽ എഴുതുന്നു. അതിനുശേഷം ലെസ് സാലറി, അടുത്തതായിട്ടുള്ള വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് സാലറിയാണ്. സാലറി ശ്രദ്ധിച്ചേ, ഡ്യൂറിംഗ് ദ ഇയർ എൻഡഡ് 31/12/2018 ബി ആൻഡ് സി ഹാഡ് റിസീവ്ഡ് ദിയർ സാലറീസ്. സാലറീൻ്റെ കേസിൽ ഡീറ്റെയിൽസ് ഇവിടെയാണ് തന്നിട്ടുള്ളത്. നോക്കിയേ, ബിക്കും സിക്കും സാലറി ഉണ്ട് 200 പെർ മന്തും 300 പെർ മന്തും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു വർഷത്തെ സാലറി കിട്ടുകയുള്ളൂ. അപ്പോൾ ബിൻ്റെ സാലറി എന്ന് പറയുന്നത് 200 ഇൻറ്റു 12 which is equal to 2,400. സീൻ്റെ സാലറി എന്ന് പറയുന്നത് 300 ഇൻറ്റു 12 which is equal to 3,600. ഇത് രണ്ടും ആഡപ്പ് ചെയ്തിട്ട് 6,000 എന്നുള്ള ഫിഗർ ഇവിടെ എഴുതുന്നു. അങ്ങനെ 9,000ഉം 6,000ഉം ആയി 15,000 ടോട്ടൽ. ഈ 15,000 രൂപ എന്ത് ചെയ്യണം, നമ്മളിവിടെ മൈനസ് ആണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, 21,000 എന്നുള്ള ഫിഗർ നമ്മളിവിടെ കിട്ടിക്കഴിഞ്ഞ നെറ്റ് പ്രോഫിറ്റ് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഈ 15,000 മൈനസ് ചെയ്യണം. അങ്ങനെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് 6,000 എന്ന് പറഞ്ഞ ഫിഗർ കിട്ടും അല്ലേ. ഇതുവരെയാണ് നമ്മൾ ഇത്രയും സമയം സോൾ പ്രൊപ്പറേറ്ററിൻ്റെ കേസിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി സോൾ പ്രൊപ്പറേറ്ററിൽ നിന്നും പാർട്ട്ണർഷിപ്പിനെ വ്യത്യസ്തമാക്കുന്നത് ഈ ട്രാൻസ്ഫറിങ് തന്നെയാണ്. സാധാരണ ഒരു 6,000 രൂപ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ 6,000 രൂപ ആർക്കും വീതിച്ചു കൊടുക്കണ്ട അല്ലേ. പക്ഷേ ഇവിടെ പാർട്ട്ണർഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഈ 6,000 രൂപ ഓരോരോ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം ട്രാൻസ്ഫർ ചെയ്യേണ്ടിയിരിക്കുന്നു. ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബിറ്റ്വീൻ എ ബി ആൻഡ് സി തന്നിരിക്കുന്നത് 3:2:1 ആണ്. അപ്പോൾ റേഷ്യോ നമുക്കറിയാം 3:2:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/6 ആണ് അല്ലേ. 3 + 2 + 1 6 കിട്ടി. അപ്പോൾ 3/6 ആണ് എന്റെ ഷെയർ. അപ്പോൾ ബിന്റെ ഷെയർ എത്രയായിരിക്കും, 2/6 ആയിരിക്കും. അതേപോലെ തന്നെ സിന്റെ ഷെയർ 1/6 ആയിരിക്കും. റേഷ്യോ നമുക്കറിയാലോ. അപ്പോൾ 6,000ന്റെ മുകളിൽ 6,000ൽ 3/6 എന്നുള്ളതാണ് എന്റെ ഷെയർ. അപ്പോൾ 6,000 ഇൻറ്റു 3/6 = 3,000. 6,000ൽ ബിന്റെ ഷെയർ എന്ന് പറയുന്നത് 2/6 ആണ് 2,000. അങ്ങനെ 1/6 സിന്റെ ഷെയർ, അങ്ങനെ 1000. ഇത് മൂന്നും എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ഇസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കണം. ഇങ്ങനെയാണ് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക. എൻ്റെതും ബിൻ്റെതും സിൻ്റെതും അങ്ങനെ 3 അക്കൗണ്ടുകളും ഒരുമിച്ചാണ് വരക്കേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും, പെർട്ടിക്കുലേഴ്സ് എ ബി സി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ബാലൻസ് ശ്രദ്ധിക്കുക. നമുക്ക് ക്വസ്റ്റ്യനിൽ 40,000, 30,000, 20,000 എന്നുള്ളത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ്, ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അത് തന്നിട്ടുണ്ട്, അതങ്ങനെ തന്നെ എഴുതുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നിങ്ങളോട് പറഞ്ഞു 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്. അത് 4,000, 3,000, 2,000 ഓരോരോ കോളത്തിൽ ഇത് മാറിപ്പോവാതെ എഴുതണം.
അതിനുശേഷം ബിക്കും സിക്കും മാത്രം സാലറി ഉണ്ട് അല്ലേ. ഇതൊക്കെ അവർക്ക് കിട്ടുന്നതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം എഴുതാൻ. ഒരു അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, അതിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരുന്ന എമൗണ്ട് ആണ്. സോ അത് ഇറ്റ് ഈസ് എൻ ഇൻകം ഫോർ ദം, സോ വി ഹാവ് ടു ബി ക്രെഡിറ്റഡ്. സോ സാലറി അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന ഇൻകം ആണ്. അതുകൊണ്ട് തന്നെ 2400 ഇവിടെ എക്ക് സാലറി ഇല്ല, അതുകൊണ്ട് 2400ഉം 3600ഉം റെസ്പെക്റ്റീവ് ബി ആൻഡ് സി കോളത്തിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. അതിനുശേഷം പ്രോഫിറ്റ്, ഈ പ്രോഫിറ്റും അവർക്ക് കിട്ടുന്ന ലാഭമാണ് അല്ലേ. 3000, 2000, 1000 ഇത്രയും കാര്യങ്ങളാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. ഇനി അവർക്ക് ലോസ് അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിൻ്റെ ബാലൻസ് കുറക്കുന്ന എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് നോക്കാം. ഡ്രോയിങ്സ് നമുക്കറിയാം ബാലൻസ് കുറക്കുന്ന സാധനമാണ് അല്ലേ. സോ അതുകൊണ്ട് അതിനെന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡിൽ എഴുതണം. 2 ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം ഫിഗർ 2000, 3000 ആൻഡ് 4000. ഡ്രോയിങ്സിൻ്റെ ഫിഗർ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ എഴുതുക. ഇത്രയും ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതുവരെ എഴുതിയതിന് ശേഷം ഈ എൻ്റെ കോളം ടോട്ടൽ ചെയ്യുന്നു. 40,000 പ്ലസ് 47,000 വന്നല്ലേ. അതുപോലെ തന്നെ ഇതും ടോട്ടൽ ചെയ്യുന്നു, 37,400 കിട്ടി. സിയും ടോട്ടൽ ചെയ്യുന്നു, 26,600 കിട്ടി. ഈ 3 ഫിഗേഴ്സും അങ്ങനെ തന്നെ താഴെ എഴുതുന്നു, അതായത് റെസ്പെക്റ്റീവ് കോളത്തിൽ എ ബി സി എന്നുള്ള രീതിയിൽ എഴുതുന്നു. അതിനുശേഷം ഈ 47,000ൽ നിന്നും 2,000 മൈനസ് ചെയ്ത് ബാലൻസ് ചെയ്തിട്ട് 45,000 കിട്ടുന്നു. 37,400ൽ നിന്നും 3,000 മൈനസ് ചെയ്തിട്ട് 34,400 കിട്ടുന്നു. 26,600ൽ നിന്നും 4,000 മൈനസ് ചെയ്ത് 22,600 കിട്ടുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് എ ബി സി ആൻഡ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് പ്രിപ്പയർ ബാലൻസ് ഷീറ്റും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ബാലൻസ് ഷീറ്റും കൂടി എന്നിട്ട് വരച്ചു കൊടുക്കുക. സെയിം ലൈക്കാണ്, ഇതേ സാധനം തന്നെയാണ് ബാലൻസ് ഷീറ്റിൽ വരുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഓൺ 31/12/2018 പകരം ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31/2018 എന്ന് വരക്കുക. അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും സെയിം എഴുതുക. ഇതിൽ വേറെ ഒരു ഡിഫറൻസും ഇല്ല, കാരണം 31/12/2018 സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തന്നെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാണ് നിങ്ങളോട് ബാലൻസ് ഷീറ്റ് വരക്കാൻ പറഞ്ഞത്? ആകെ ഡിഫറൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റലിൻ്റെ എന്താണ്. നിങ്ങൾക്കറിയാം 1,02,000 എന്നുള്ളതാണ് നമ്മളെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞല്ലോ. ഈ ക്യാപിറ്റൽ നമ്മുടെ ABC ക്ലോസിംഗ് ബാലൻസ് ഇല്ലേ, ഇതാണ് ക്യാപിറ്റലിൻ്റെ ബാലൻസ്. 45,000, 34,400, 22,600 ഇത് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 1,02,000 ആയിരിക്കും കിട്ടുക. അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മളോട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എഴുതാൻ നോക്കാം. ഇതിൻ്റെ കൂടെ ബാലൻസ് ഷീറ്റ് നമ്മൾ സെയിം സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എഴുതുന്നതിന് പകരം വേറൊരു ബാലൻസ് ഷീറ്റ് വരക്കുക. ആ ബാലൻസ് ഷീറ്റ് വരച്ചിട്ട് 2 ഭാഗത്തും ഇങ്ങനെ ചെയ്യുക. അതിൽ ആകെ ചെയ്യാനുള്ള കാര്യം എ ബി സി എന്ന് പറഞ്ഞിട്ട് ഈ 1,02,000 ഇതിൻ്റെ ഈ ഫിഗറില്ലേ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ള 45,000, എൻ്റെ ഫിഗർ എത്രയാണ് 45,000, ബിൻ്റെ ഫിഗർ 34,400, സിൻ്റെ ഫിഗർ 22,600. ഇനി നിങ്ങളിത് ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 1,02,000 കിട്ടും. ഇത് ഇങ്ങനെ കാണിച്ചുകൊണ്ട് 1,18,000 കാണിച്ചുകൊണ്ട് ഒരു ബാലൻസ് ഷീറ്റും കൂടി വരച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഈ ക്വസ്റ്റ്യനും നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം.